ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിരത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മണ്ട. സ്വർലോകനാഥന്റെ കയ്യിൽ നിർലോഭ സ്നേഹത്തിൻ മണ്ട. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. സ്വർണ്ണവും വെള്ളിയും നിഷ്പ്രഭമാം രാജരാജ സ്നേഹ സന്നിധിയിൽ. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല. സമ്പൂർണ്ണ സ്നേഹത്തിൻ മുന്നിൽ സങ്കടങ്ങൾക്കിന്നു സ്ഥാനമില്ല. ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല. തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും. ചെങ്കടലിനപ്പുറം പങ്കപ്പാടില്ല. തങ്കസൂര്യന്റെ നാട്ടിൽ ഞാൻ മന്ന ഭുജിക്കും. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ആനന്ദ കാഹള ജയവിളികൾ കൊതി തീരെ ഒന്നു കേട്ടിടുവാൻ സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. സ്വർഗീയ സിയോൻ ക്ഷണിക്കുന്നല്ലോ മൃതിയോളം സ്തുതി പാടുമിനി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഒന്നല്പനേരം ചിന്തിക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഭൂമി ജീവിക്കുമ്പോൾ
ഈ അടിസ്ഥാനത്തിന്മേലാണ് ആത്മീയ ഗ്രഹം പണിയുന്നത്. അത് എത്ര പറഞ്ഞാലും എനിക്കത് പോരാൻ തോന്നും. ക്രിസ്തു എന്ന അടിസ്ഥാനം, ഏറ്റവും 2 വാക്കേ ഉള്ളൂ ക്രിസ്തു എന്ന് പറയുന്നത്. യേശു ആകുന്ന ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നസ്രായനായ യേശു ആണെങ്കിലും അവൻ ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. ആ ദൈവത്തിൻ്റെ പുത്രനിൽ ഉള്ള ഒരു അടിസ്ഥാനമല്ലാതെ വേറെ ആർക്കും ഒരടിസ്ഥാനം ഇടാൻ പറ്റില്ല. വേറെ ഒരു അടിസ്ഥാനം ഇട്ട് നിത്യ സൗഭാഗ്യത്തിൽ എത്താൻ പറ്റില്ല. കൃത്യമാണ്. ഇതിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിന് 2 വശമൊന്നുമില്ല, ഒറ്റ വശമേ ഉള്ളൂ. അത് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതിലധികമായിരിക്കുന്ന എല്ലാം ദുഷ്ടനിൽ വരുന്നതാണ്. മനുഷ്യനാണ് ഈ ന്യായീകരണങ്ങൾ പറയുന്നത്, മനുഷ്യനാണ് എക്സ്പ്ലനേഷൻ ഒക്കെ ഉള്ളത്. പക്ഷെ ദൈവത്തിന് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, തീർന്നു. അപ്പം ക്രിസ്തു എന്നിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വേറെ അടിസ്ഥാനമില്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ വ്യാപകമായ അർത്ഥമുള്ളതാണ്. മനുഷ്യരാശി രക്ഷപ്പെടാൻ പിതാവായ ദൈവം കണ്ടിരിക്കുന്ന അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയും, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവിടെ കൃത്യമായിട്ട് പറയില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല നമ്മുടേതായ വഴികളോ. ചില പറയും ദീർഘനേരം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം കൊള്ളാം, ഈ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത ഉണ്ടോ? ദൈവമായിട്ടുള്ള ബന്ധമുണ്ടോ? ചിലർ പറയും ഞാൻ വേദപുസ്തകം ഇത്ര അധ്യായം വായിക്കുന്നു എന്ന്. എൻ്റെ പൊന്നു സഹോദര, വായിച്ചോളൂ, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ആ ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചറിയാതിരുന്നാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, പൊരുൾ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അധികം ഒന്നും വായിക്കണ്ട. നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ആ വചനം നിൻ്റെ ഉള്ളത്തിലേക്ക് വന്നിട്ട് നീ തിരുത്തേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരും. അധികം അധ്യായമൊന്നും വായിക്കണ്ട. ഒരു വലിയ ബഹുമാനപ്പെട്ട ഒരു പിതാവുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ തന്നു പറഞ്ഞു, എന്തിനാ അധികമൊക്കെ വായിക്കുന്നത്? ഒരു വചനമാണോ? അത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് ശോധന ചെയ്യുക. അത് ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവം എന്നെക്കുറിച്ച് ആലോചിക്കുന്നത് എന്താണ്? അത് ചെയ്യേ. ഓടിയടക്കൊന്നും അല്ല വിഷയം, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് വിഷയം. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, ക്രിസ്തു എന്ന അടിസ്ഥാനം. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ പുനരുത്ഥാനം. അപ്പം അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്, യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. എൻ്റെ പ്രിയ സഹോദരി, ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തു എന്ന അടിസ്ഥാനം, യേശുക്രിസ്തു എന്ന വ്യക്തി, യേശുക്രിസ്തു എന്ന ദൈവം, യേശുക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷ. യേശുക്രിസ്തു ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കി അവനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ഒരവസ്ഥ. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എന്നുള്ള രക്ഷ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രൂപാന്തരം, യേശുക്രിസ്തുവിൽ കൂടെയുള്ള പാപക്ഷമ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന് 18-ാമത്തെ വാക്യത്തിനകത്ത് യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആ യേശുക്രിസ്തു ദൈവം അയച്ചതാണ്, അവൻ്റെ പുത്രനാണ്, അവൻ തന്നെയാണ് ദൈവം. ആ അടിസ്ഥാനം, എൻ്റെ രക്ഷയുടെ അടിസ്ഥാനം പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച യേശുക്രിസ്തു എന്ന ആ ക്രിസ്തുവിൽ കൂടെയാണ്. ആ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ക്രിസ്തുവിനെ മാനിക്കുകയും ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യാതെ ഒരിക്കലും നമുക്ക് ആ ആത്മീയ വളർച്ച ഉണ്ടാകാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ നിക്ഷേപം യേശുക്രിസ്തു ആണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാകണം. നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അതാണ് നിങ്ങളുടെ നിക്ഷേപം. നിങ്ങളുടെ ഹൃദയം എങ്ങോട്ട് പോകുന്നു? ഭൂമിയിലേക്കാണോ? ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റത്തില്ല ആ ഇരിക്കുന്ന അവസ്ഥയിൽ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണോ? അതെ, സ്വർഗത്ത് പറഞ്ഞാൽ ആരാണ്? സ്വർഗത്തിൻ്റെ ഉടമസ്ഥനായ ക്രിസ്തു. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലേക്കാണോ പോകുന്നത്? ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണോ പോകുന്നത്? ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളിലേക്കാണോ പോകുന്നത്? ക്രിസ്തുവിലാണോ ആശ്രയം? ക്രിസ്തുവിലാണോ വിശ്രമം? ക്രിസ്തുവിലാണോ നിങ്ങളുടെ സന്തോഷം, ഹൃദയത്തിൻ്റെ സന്തോഷം? നിങ്ങളുടെ ഭാരങ്ങൾ മാറുന്ന ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ ചെല്ലുമ്പോഴാണോ
നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴാണോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വേറെ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് ആ സമാധാനം കിട്ടുകയില്ല. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ നിക്ഷേപം ക്രിസ്തുവാണോ? ക്രിസ്തുവിനെ നേടുക. അതിന് എന്ത് വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എന്തെല്ലാം വിടേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. അവനാണ് സ്വർഗരാജ്യം. അവൻ എൻ്റെ ഹൃദയത്തിൽ വരുമ്പോഴാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം എനിക്ക് കിട്ടുന്നത്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടുകയാണ്, കടന്നു ചെല്ലുമ്പോഴല്ല. ഇവിടെ സ്വർഗരാജ്യം അനുഭവിക്കാത്ത വ്യക്തിക്ക് കടന്നു ചെന്നാൽ എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ പറ്റും? സ്വർഗരാജ്യം യേശു ക്രിസ്തു തന്നെയാണ്. അവൻ ഹൃദയത്തിൽ വരുമ്പോൾ അവിടെ സ്വർഗമാകുന്നു. അവിടെ പിന്നെ പിശാചിൻ്റെ യാതൊരു പ്രലോഭനവും നടക്കുകയില്ല, അവൻ്റെ യാതൊരു കാര്യപരിയോടെ നടക്കുകയില്ല. അവിടെ യെരൂശലേം ദേവാലയം വിശുദ്ധീകരിച്ചതുപോലെ ദൈവം വിശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിന് അവിടെ വസിക്കാൻ തക്കണം പിതാപുത്ര പരിശുദ്ധാത്മാവ് ദൈവം കടന്നു വന്ന ഹൃദയത്തിൽ വസിക്കുകയാണ്. ഏത്? ഒരു ചെറിയ മനുഷ്യൻ്റെ ഹൃദയത്തിൽ. ഇത് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഒരു മനുഷ്യനിൽ സ്വർഗരാജ്യം ഇറങ്ങുക. ഇതാ ഞാൻ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടി വസിക്കും. അവൻ അവരുടെ ദൈവമായിട്ട് കഴിയും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ മാറ്റും. ഇനി മരണമൊന്നും ഉണ്ടാകുകയില്ല. കംഫർട്ടബിളായിട്ടുള്ള ജീവിതം. യേശു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന് പാർക്കുമ്പോഴാണ് അവിടെ സ്വർഗരാജ്യം. അവിടെയാണ് സമാധാനം, അവിടെയാണ് ആശ്വാസം, അവിടെയാണ് സന്തോഷം, അവിടെയാണ് സ്തുതി, അവിടെയാണ് ആരാധന, അവിടെയാണ് ആളിങ്ങനെ പറക്കുന്ന, ആത്മാവിൽ പറക്കുന്ന. അങ്ങനെയാണ് എൻ്റെ പ്രിയ സൗകര്യങ്ങൾ. ഇതെല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് തന്നിട്ട് നമുക്കൊന്ന് അനുഭവിക്കണ്ടേ? ഈ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലെ നമുക്കൊരു ആത്മീയ ഗ്രഹം പണിയണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഇനി മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 25 ഒരു പാറയെക്കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്തുവാകുന്ന അടിസ്ഥാനമുള്ള പാറ. മൽപ്രസംഗം തീർക്കുമ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു പാറമേൽ അടിസ്ഥാനം ഇട്ട ഒരു വീടെന്ന് പറയും. പാറയെ നമുക്കറിയാമല്ലോ, ഇളകിപ്പോകാത്ത പാറ. പക്ഷേ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നുണ്ട് അനുഗമിക്കുന്ന പാറയെന്നുണ്ട്. സാരമില്ല, കുഴപ്പമില്ല. ആ പാറയിലേക്കാണ് നമ്മുടെ അടിസ്ഥാനം, ഇളകിപ്പോകാത്ത പാറ. ഭൂമിയിൽ എന്തെല്ലാം വന്നാലും, ഈ ലോകത്തിലെ എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് പരാധീനതകൾ വന്നാലും, രോഗം വരാം, കഷ്ടത വരാം, ആപത്ത് വരാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാതെ വരാം, പ്രതികൂലങ്ങൾ വരാം, നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന പല വിഷയങ്ങളും വരാം. പാറമേലായതുകൊണ്ട് ആ സ്വാന്തനം എപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കും. പേടിക്കേണ്ട മോനെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഈ പ്രതിസന്ധിയിൽ ഞാൻ നിൻ്റെ കൂടെ നടക്കാം. ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും കാണും. ഞാൻ നിൻ്റെ കരം പിടിക്കും. ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. നിനക്ക് എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നിന്നെ വിട്ടുപോകുന്ന വിഷയമില്ല. കാരണം എനിക്ക് നിന്നോട് അതുപോലെ സ്നേഹമാണ്. നിൻ്റെ ജീവിതം എനിക്ക് തന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം എനിക്ക് അധികം പേരെ അങ്ങനെ കിട്ടില്ല. എല്ലാവരും എന്നെ കളിപ്പിക്കുന്നവരാ, കാര്യസാധ്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വരുന്നവരാ, കാര്യം സാധിച്ചു കഴിയുമ്പോൾ തിരിഞ്ഞു പോകുന്നവരാ. പക്ഷേ നിൻ്റെ ആത്മാവിനെ കരുതാൻ നീ മാത്രമേ ഉള്ളൂ. അത് എന്നിൽ കൂടെ അത് ശരിയാക്കിയെടുക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിന്നെ മാനിക്കുന്നതിൻ്റെ കാരണം. ഞാൻ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് എങ്ങനെ ജീവിക്കുന്നവരും ഈ വാക്യം എഴുതി കാരണത്തൊക്കെ ഒടിച്ചു നടക്കും. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വെറുതെ പ്രിയരേ, അതിൻ്റെ പിന്നെ ഒരു ബാക്കിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നത് അവൻ്റെ വചനമനുസരിച്ച് അവനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമുള്ള കാര്യമാണ്, എല്ലാവർക്കും ഉള്ള കാര്യമൊന്നുമല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, കോട്ടി മാട്ടിക്കൊണ്ട് പോവുകയാണ് ദൈവവചനം. അത് പറഞ്ഞത് ആരോടാണ്, എപ്പോഴാണ് പറഞ്ഞത്? ദൈവം ഈ വീടിൻ്റെ നാഥന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചാൽ ദൈവം ഇവിടെ വരുമോ? ഒരിക്കലും വരില്ല. ദൈവത്തെ മാനിക്കുകയും ദൈവവചനത്തെ മാനിക്കുകയും ദൈവത്തിന് വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന സമർപ്പണമുള്ള വ്യക്തിയുടെ വീട്ടിൽ മാത്രമേ ദൈവം കാണുകയുള്ളൂ. ആ വീട്ടിൽ ദൈവം വരണമെങ്കിൽ ഒരാളെങ്കിലും ദൈവത്തെ ഹൃദയത്തിൽ മാനിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. 1 പത്രോസ് 2:7 പറയും, തള്ളിക്കളഞ്ഞ മൂലക്കല്ലെന്ന് പറയും. യഹൂദൻ തള്ളിക്കളഞ്ഞു, അനേകർ തള്ളിക്കളഞ്ഞു. എന്ന് എൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അനേകർ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നു. അനേകർ യേശുക്രിസ്തുവിനെ മാനിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല, ആ വചനപ്രകാരം ജീവിക്കാൻ ജീവിതം വിട്ടുകൊടുക്കുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആത്മീയത്തിൽ ജീവിക്കുന്നവരെ ഇന്ന് അനേകരും. സ്വന്തമായിട്ടുള്ളൊരു ആത്മീയം, ക്രിസ്തു പറഞ്ഞ ആത്മീയമല്ല, ക്രിസ്തു പറഞ്ഞ വഴിയല്ല, സ്വന്തമായിട്ടൊരു ആത്മീയം. പ്രിയപ്പെട്ടവരെ, തകർന്ന് തരിപ്പണമായി പോകും. ഒരു സംശയമൊന്നുമില്ല. ഒരു പ്രശ്നം വരട്ടെ കാണാം. മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് എനിക്ക് മൂലക്കല്ല. ആർക്കും വേണ്ടാത്ത ക്രിസ്തു എനിക്ക് വിലപ്പെട്ടവനാണ്. അവൻ എൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ പിതാവാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, എൻ്റെ ഹൃദയത്തിൽ വന്ന് പാർക്കാൻ കൊതിക്കുന്നവനാണ്. അവൻ എൻ്റെ മൂലക്കൽ.
അനേകർ തള്ളിക്കളഞ്ഞു. പക്ഷെ ആ തള്ളിക്കളഞ്ഞ കല്ല് എനിക്ക് മൂലക്കല്ലാണ്. 1 പത്രോസ് 2:4 പറഞ്ഞു, ജീവനുള്ള കല്ല് എന്ന് പറഞ്ഞതിൻ്റെ അകത്താണ് നിത്യജീവൻ. അവനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് മരിക്കുന്ന വിഷയിൽ, നിന്നെ പിശാച് തൊടുന്ന വിഷയമില്ല. നീ അവൻ്റെ അടിമനുകുത്തി പോകേണ്ട ഒരു കാര്യവുമില്ല. ജീവനുള്ള ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിച്ചാൽ നിന്റെ ഹൃദയത്തിൽ അവൻ വന്ന് വാഴും. നിന്റെ ജീവൻ സമൃദ്ധിയായ ജീവൻ നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. തളർച്ചയല്ല, വളർച്ച തന്നെ മുന്നോട്ട് വരും. അതാണ് വാലല്ല തലയാക്കുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. ചുമ്മാ വാലല്ല തലയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഏത് കാര്യത്തിലാണ്? ക്രിസ്തു വളരാൻ അനുവദിക്കുന്ന ഒരു ഹൃദയം, അത് പിന്നെ തലയാവും. ക്രിസ്തുവിന് തലയോളം വളരാൻ ഇടയാവും. ദൈവത്തിന് സ്തോത്രം. അനുഗമിക്കുന്ന പാറ. ഈ അടിസ്ഥാനം ഇട്ടാൽ അവിടെ ഇരിക്കുകയല്ല, നീ എവിടെ പോയാലും നിന്റെ കൂടെ അവിടെ കാണും. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നീ പോവുകയില്ലല്ലോ. യോശുവയോട് പറഞ്ഞു, നിന്റെ കാല് ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായിട്ട് തരുമെന്ന്. അത് സാധാരണ ലോകമനുഷ്യനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ദൈവത്തെ പ്രസാദിപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. നീ പോകുന്നിടത്ത് ഞാനും കാണും. ഞാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നീ പോകില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവിടെ ആ ദേശം നിനക്കുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് എൻ്റെ സാന്നിധ്യം അവിടെ കൂടെ കാണും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തെ പറയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. അത്ര മനോഹരമായ കാര്യമാണ്. നിൻ്റെ ആയുഷ്കാലത്തൊക്കെയും നിൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും നിനക്കുണ്ടായിരിക്കും. നീ കംഫർട്ടബിളായിരിക്കും. നീ ആവലാതിപ്പെടുകയില്ല, നീ വറിയിടാകുകയില്ല, നീ അനാഥനാകുകയില്ല. ഞാൻ നിനക്ക് ആശ്വാസം തരും. ഒരു താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, നീ ഭയപ്പെടുകയില്ല. സ്തോത്രം. നിനക്ക് മുട്ടുണ്ടാകില്ലെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ഈ ലോകപ്രകാരം ഒന്നും ഒരു കാര്യത്തിനും ക്ഷാമം ഉണ്ടാകില്ലെന്നല്ല പറഞ്ഞതിൻ്റെ കാര്യം. ക്ഷാമം വന്നാൽ അത് നികത്തുന്ന ക്രിസ്തുവിനെ കൊണ്ടാണ്. രോഗം വന്നാൽ അത് നികത്തുന്ന ക്രിസ്തുവിനെ കൊണ്ടാണ്. നിനക്കിവിടെ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ റെക്ടിഫൈ ചെയ്യുന്ന ക്രിസ്തുവിനെ കൊണ്ട്. അതായത് മുട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നിനക്ക് മുട്ടിൻ്റെ ഒരു അനുഭവം കാണില്ല. കാരണം തികഞ്ഞവനായ ദൈവം അനുഗ്രഹത്തിൻ്റെ ദാതാവ് നിൻ്റെ ഹൃദയത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ക്രിസ്തുവിൽ അടിസ്ഥാനം പെട്ടുള്ള ഒരു ജീവിതം, ക്രിസ്തു മാത്രം അടിസ്ഥാനം പെട്ടിരിക്കുന്ന ജീവിതം, ക്രിസ്തുവിൻ്റെ വചനപ്രകാരം മാത്രം ജീവിക്കുന്ന ജീവിതം, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമുള്ള ജീവിതം, ശത്രുവായ പിശാചിന് ഒരു കാരണവശാലും ഇടം കൊടുക്കാത്തൊരു ജീവിതം. നമുക്കറിയാം, പാപം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് എല്ലാവരിലും ഇത്തുക്കണ്ടി പോലെ അങ്ങ് പടർന്നിരിക്കുകയാണ്. ക്യാൻസർ പോലെ പടർന്നിരിക്കുകയാണ്. ആരും അത് ഗൗരവമായിട്ട് കാണുന്നില്ല. സാരമില്ലെന്ന് എല്ലാവരും വെക്കുന്നത്. എൻ്റെ പ്രിയരെ, ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് ക്യാൻസർ രോഗം വന്ന മനുഷ്യനാണ്. അത് വളരെ നേരത്തെ ദൈവം കരുണ ചെയ്ത് മനസ്സിലാക്കി തന്നതുകൊണ്ട് ഒരു ഷോർട്ട് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എനിക്കത്. ആയുസ് ഇത്രയേ ഉള്ളൂ. നീ എത്രയെല്ലാം നിന്റെ ജീവന് വേണ്ടി കരുതിയാലോ നിൻ്റെ ആയുസിന് വേണ്ടി കരുതിയാലോ ഞാനാണ് തീരുമാനിക്കുന്നത് നിനക്ക് ആയുസ് എത്ര വേണമെന്നുള്ളത്. നീ എന്നെ പ്രസാദിപ്പിച്ച് നിന്നാൽ എനിക്ക് നിന്നെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആയുസ് നീട്ടിത്തരും. അല്ലെ, നീ കുറച്ച് നാളിലൂടെ ജീവിച്ചാൽ എനിക്കെന്താ പ്രയോജനം? നീ സമ്പന്നനായി നീ ജീവിച്ചു, എനിക്കെന്ത് പ്രയോജനം? നീ ലക്ഷൂറിയസ് ആയിട്ട് ജീവിച്ചു, എനിക്കെന്ത് പ്രയോജനം? സ്വർഗത്തിന് നിന്നെ കൊണ്ട് എന്ത് പ്രയോജനം? പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിതം വേറെ തിരിച്ചൊരു മനുഷ്യന് ഈ പ്രശ്നം വരുമ്പോൾ ദൈവം കൂടെ ഇറങ്ങി താഴെ വരും. മകനെ, നീ പേടിക്കണ്ട. ഈ രോഗത്തിൽ കൂടെ ഞാൻ നിന്നെ പലതും പഠിപ്പിക്കുകയാണ്. എന്നെ പഠിപ്പിച്ചു. ക്യാൻസർ രോഗം വന്നപ്പോൾ ഞാൻ പഠിച്ചു, ഇത്രയേ ഉള്ളല്ലോ ആയുസ്. എൻ്റെ ആയുസ് ഞാൻ സെരുക്കൂട്ടിയാൽ ഇത്രത്തോളം അല്ലേ ഉള്ളൂ. ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ എനിക്ക് ആയുസ് നീട്ടി തരണം. എന്തിനാണെന്നറിയാമോ? ഭൗതികമായ ഒരു കാര്യത്തിനുമല്ല, എനിക്കിതൊന്ന് അനുഭവിക്കണം. ഈ ജീവനുള്ള ക്രിസ്തുവിനെ എനിക്കൊന്ന് അനുഭവിക്കണം. 2, ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം അനേകരെ തള്ളിക്കളയുന്നു, എനിക്കത് അനുസരിക്കണം. 3, അനേകർക്ക് പരിചയമില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ ഹൃദയത്തെ എനിക്കൊന്ന് അനുഭവിക്കണം. 4, പാപം കൂടാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് എല്ലാവരും പറയുന്നത്, സകലരും പറയുന്നത്. എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഒന്ന് അനുഭവമാക്കണം. അതുകൊണ്ട് എനിക്ക് ആയുസ് നേടിത്തരണം. എൻ്റെ കർത്താവിനോട് പറഞ്ഞറിയാം, ഞാനിവിടെ വന്നത് നിൻ്റെ മരണക്കിടക്ക മാറ്റി വരിക്കാനാണ്. നിൻ്റെ മരണക്കിടക്ക മാറ്റി വരിക്കാൻ നീ ചാടി എഴുന്നേക്ക്, നീ ഇങ്ങനെ കിടക്കണ്ട, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നിൻ്റെ യൗവനകാലം ഞാൻ ഓർക്കുന്നുണ്ട്, നീ എനിക്ക് ജീവിതം തന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അനേകർ വിട്ടുപോയ സമയത്ത് നീ എന്നോട് ചേർന്ന് നിന്നു. എനിക്ക് നിന്നോട് നന്ദിയും കടപ്പാടുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ ജീവിക്കുക, നീ എഴുന്നേൽക്കുക. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായി, കർത്താവേ ക്യാൻസർ വന്നാലും വീണ്ടും വരാമല്ലോ എന്ന്. അപ്പോൾ ദൈവം എനിക്ക് മനസ്സിലായി, മകനെ
നിന്റെ രക്തം ക്യാൻസറിന് പ്രോണാണ്. ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നറിയാമോ? ആ രക്തം അങ്ങ് മാറ്റി എൻ്റെ രക്തം നിൻ്റെ രക്തക്കുഴലിൽ കൂടെ പോവുകയാണ്. നിനക്ക് പേടിയുണ്ടോ? എന്താ പറഞ്ഞത്? എനിക്കതിൻ്റെ ആഴമൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആഴമൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നീ പേടിക്കണ്ട. എനിക്ക് കഴിവുള്ളവനാണ്. ഞാൻ ശക്തനായ ദൈവമാണ്. എനിക്കെല്ലാം സാധിക്കും. ഞാൻ നോക്കിയാൽ മതി, ഒരു കൈ ഉയർത്തിയാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, മൗനമായിരുന്നാലും മതി, നടക്കേണ്ടത് അവിടെ നടക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത്ര ശക്തനായ നല്ലവനായ ഒരു ദൈവം, ആ അടിസ്ഥാനം ക്രിസ്തു ആകട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു എന്ന അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേര് ഈ ക്രിസ്തുവിനെ അറിയുന്നുണ്ട്? ഈ ക്രിസ്തുവിനെ പരിചയപ്പെടുന്നുണ്ട്? വേറെ പുസ്തകത്തിൻ്റെ താളുകൾ കാണുന്ന ക്രിസ്തു അല്ല ഞാൻ ഈ പറയുന്നത്. സ്വന്തമായി അനുഭവിക്കുന്ന ക്രിസ്തു. അവൻ പാപത്തെ വെറുക്കുന്നവനാണ്. പിശാചുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. ലോകവും ലോകത്തിൻ്റെ സുഖമോടികളൊക്കെയും മനുഷ്യൻ ആകർഷിക്കപ്പെട്ടു പോകുമ്പോൾ മനുഷ്യനെ യേശുവിലേക്ക് തിരിക്കാൻ ദൈവം അധ്വാനിക്കുന്നു. പക്ഷെ മനുഷ്യൻ വിട്ടുകൊടുക്കുന്നില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനം. എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം മുഴുവൻ ഈ ക്രിസ്തുവാണ്. എന്നെ മാനിച്ചത് ഈ ക്രിസ്തുവാണ്. എന്നെ സ്നേഹിച്ചത് ഈ ക്രിസ്തുവാണ്. ആ അടിസ്ഥാനം എന്ന് പറയാൻ കാര്യം മനുഷ്യരാശിയുടെ രക്ഷ മുഴുവനും ഈ ക്രിസ്തുവിൽ കൂടെയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു, ദൈവത്തിന് എല്ലാ സൗഭാഗ്യം കൊടുത്തെങ്കിലും മനുഷ്യൻ തെറ്റിപ്പോയി. എന്താ തെറ്റിപ്പോയെന്നൊന്നും ഞാൻ പറഞ്ഞത്, ദൈവത്തോടുള്ള സ്നേഹവും കൂറും ഇല്ലായിരുന്നോട് തെറ്റിപ്പോയി. ആദ്യ മനുഷ്യൻ തന്നെ അവിടെ തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയ മനുഷ്യൻ ഇനി തെറ്റരുത്. ദൈവത്തിൻ്റെ കാര്യപരിപാടി അതാണ്. ആദാമിനെയും ഹവ്വയെയും അവിടെ ഏദൻ തോട്ടത്തിലാക്കിയെങ്കിലും, അവർക്ക് വചനം കൊടുത്തെങ്കിലും അവർ തെറ്റിപ്പോയി. അപ്പം ഇനിയും ദൈവത്തിൻ്റെ കാര്യപരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റിപ്പോകാത്തൊരു കൂട്ടം ജനം വേണം. ശത്രു എത്ര പ്രലോഭിച്ചാലും, എത്രമാത്രം ആകർഷണീയമായിട്ട് വന്നാലും, ഏതെല്ലാം രീതിയിൽ സംസാരിച്ചാലും, കണ്ണ് ഏതെല്ലാം രീതിയിൽ പോയാലും, ചെവി ഏതെല്ലാം രീതിയിൽ കേട്ടാലും, ഏതെല്ലാം സാഹചര്യത്തിൽ പോയാലും തെറ്റാൻ പാടില്ല. മനുഷ്യൻ എവിടെ വേണേലും ജീവിക്കട്ടെ, പക്ഷെ തെറ്റാ ജീവിക്കാൻ പറ്റണം. അതിനുള്ള ആ എനർജി വേണം, അതിനുള്ള ആത്മാവ് വേണം. പ്രിയപ്പെട്ടവരെ, അവിടെ പഴയ നിയമത്തിൽ മനുഷ്യനെ, പാപം ചെയ്തു പോയ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് യാഗം കഴിക്കുക എന്ന് പറയുന്നത്. അതിൽ കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം, എന്താണ് യാഗം, എന്തിനാണ് യാഗം, ഒരു മൃഗം മരിക്കേണ്ടത് എന്തിനാണ്. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, പാപത്തെ ദൈവം അത്ര ഗൗരവമായിട്ടാണ് കാണുന്നത്. പാപം എന്ന് പറയുന്നത് പിശാചിൻ്റെതാണ്. എവിടെ പാപമുണ്ടോ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിശാച് അവിടെ വസിക്കുന്നു. പിശാചിൻ്റെ ഇഷ്ടം ആ മനുഷ്യൻ നടക്കുന്നു. ഇന്ന് ആരെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ദേഷ്യം വന്നു, ഒരു ഈർഷ വന്നു, സാരമില്ലെന്നല്ലേ വെക്കുന്നത്? അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ദൈവസ്നേഹമെല്ലാം തിരിച്ചറിഞ്ഞ് എത്ര പേരുണ്ട്? നിസ്സാരമായിട്ട് കാണുന്നു, കൂടി വന്നോന്ന് ഏറ്റുപറയും. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ പോകുന്നതാണോ ഈ പാപം? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തെറ്റിപ്പോകുന്നു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകുന്നു. അന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ഏറ്റുപറഞ്ഞാൽ പോരാ, അവന് പരിഹാരമായിട്ട് ഒരു ജീവൻ അവിടെ മരിക്കണം. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒരു പാപം ചെയ്യാത്ത ഒരു വ്യക്തി അവിടെ മരിക്കണം. ആ മൃഗത്തിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ തളിക്കണം. എത്ര ഗൗരവമെന്ന് പറ. എൻ്റെ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, പാപം ചെയ്തവർക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റില്ല. പാപം ചെയ്തവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. പാപം ചെയ്തവൻ്റെ രക്തത്തിൽ പാപമുള്ളതാണ്. അത് ശത്രുവകാശം പറയുന്ന രക്തമാണ്, ദൈവത്തിന് പ്രസാദകരമല്ല. അതുകൊണ്ടാണ് പാപം ചെയ്യാത്ത മൃഗം അവിടെ മരിക്കണം. അപ്പം ഞാൻ പാപം ചെയ്താൽ ഒരു മരണം അവിടെ നടക്കണം. അത്ര ഗൗരവമാണ് പാപം. ദൈവം വെറുക്കുന്നതാണ് പാപം. കാരണം അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ആലോചനയാണ്. പിശാചിന് ഇടം കൊടുത്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പാപം മാറിയാൽ അവന് പിന്നെ പാപം ചെയ്യാൻ തോന്നുന്നില്ല. പിശാച് മാറിയാൽ പാപം ചെയ്യാൻ തോന്നുകയില്ല. ദൈവം അത്ര ഗൗരവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ കാര്യപരിപാടി അത്ര ഗൗരവമാണെങ്കിൽ, പുതിയ നിയമത്തിൽ അതിനേക്കാൾ ഗൗരവമാണ്. സ്വന്തം പുത്രൻ്റെ രക്തം കൊണ്ടാണ് പാപത്തിന് പരിഹാരം വരുത്തിയത്. യേശു ക്രിസ്തുവിൻ്റെ രക്തം. യേശു ക്രിസ്തു പടഞ്ഞു വരിച്ചു. 33 കൊല്ലക്കാലം ഭൂമി ജീവിച്ചത് ആർക്ക് വേണ്ടി? അവൻ ഇത്ര ദാരുണമായി അവഹേളിക്കപ്പെട്ട് നിന്നാപാത്രമായിട്ട് അവൻ മരിച്ചത് ആർക്ക് വേണ്ടി? അതിൻ്റെ ആവശ്യം എന്താണ്? വിലപ്പെട്ട ആ പരിശുദ്ധ ജീവൻ അവിടെ കാൽവറി ക്രൂശിലെ ഒരു പാപിയെപ്പോലെ തകർന്നു വീഴാൻ കാര്യം എന്താണ്?
എനിക്ക് വേണ്ടി നിന്നയേറ്റ ശരീരം, എനിക്ക് വേണ്ടി മർദ്ദനമേറ്റ ശരീരം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരം. പിതാവായനെയും അത്രമാത്രം വിലമതിച്ചു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ. സ്വന്തം മകനെ തകർത്ത് കളഞ്ഞു. ദൈവകോപത്തിൽ വെന്തരിയം വിട്ടുകൊടുത്തു. അവനെ ആളല്ല എന്നുള്ള രീതിയിൽ വിരൂപമായിട്ട് പിതാവാനെയും മുഖം മറച്ചു. ഈ ലോകത്തിൻ്റെ പാപമെല്ലാം വഹിച്ചപ്പോൾ ദൈവത്തിനത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ പാപമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണം കൊണ്ട് തിരിയില്ല. സ്വന്തം പുത്രനാണെങ്കിലും മനുഷ്യന്റെ പാപം ഏറ്റെടുത്തപ്പോൾ ദൈവത്തിൻ്റെ മുഖം മറഞ്ഞു. അതുകൊണ്ടാണ് യേശു നിലവിളിച്ച്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവം കൈവിടും. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം, പാപം നമ്മുടെ ജീവിതത്തിലുണ്ട്, ദൈവം നമ്മളെ കൈവിടും. പക്ഷേ യേശു സ്വന്തം പാപത്തിന് വേണ്ടിയല്ല മരിച്ചത്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി പിതാവാ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി, നിന്നാപാത്രമായി, വ്യസനപാത്രമായി, രോഗം ശീലിച്ചവനായി, ആർക്കും വേണ്ടാത്തവനായി, സകലരുവനെ തുപ്പി, അവനെ അവഹേളിച്ചു, നിന്നാപാത്രമാക്കി, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. പുത്രനെ തകർത്ത രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തത്. എനിക്കത് നന്ദിയുണ്ട്. ഈ കേൾക്കുന്ന ജനത്തിന് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ അവനെ മാനിച്ചാൽ അവനും മാനിക്കും. സ്തോത്രം. ഈ ഭൂമിയിലെ ജീവിതത്തിനകത്തൊക്കെ അവൻ കൂടെ കാണും. എന്നെ മാനിച്ച ഒരു മകൻ, എന്നെ സ്നേഹിച്ച ഒരു മകൻ, എൻ്റെ ക്രൂസിലെ മരണത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയ ഒരു മകൻ, എൻ്റെ ക്രൂസിലെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു മകൻ, എൻ്റെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങിച്ച ഒരു മകൻ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മാത്രം ജീവിതം ക്രമീകരിക്കുന്ന ഒരു മകൻ സ്വർഗം മാനിക്കില്ലേ? ഇതാണ് ക്രിസ്തു എന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞത്. ഇബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്, സ്വന്തം രക്തത്താൽ ഒരു വീണ്ടെടുപ്പെന്ന് പറഞ്ഞത്. സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തും. ആ രക്തമാണ് എൻ്റെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നത്. ആ രക്തം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. ആ രക്തം ഞാൻ അവകാശം പറഞ്ഞ് വാങ്ങിച്ചതാണ്. എന്നിലെ ബന്ധനം അഴിക്കുവാൻ, എന്നിലെ പിശാച് മാറിപ്പോകാൻ ആ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കാൽപാദത്തെ ഞാൻ കെട്ടിപ്പിടിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ രക്തത്താലാണ് ബന്ധനങ്ങൾ അഴിയുന്നത്, വീണ്ടെടുപ്പ് കിട്ടുന്നത്. പിശാച് മാറിപ്പോകുന്നത് അവിടെ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന് യേശു ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ ചെന്ന് അവൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ശത്രുവിനോട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ശത്രുവിൻ്റെ തല തകർത്ത സംഭവമാണ് ആ ക്രൂശിൽ നടന്നത്. ശത്രുവിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പിശാചിനോട് യാത്ര പറഞ്ഞിട്ട് യേശുവിൻ്റെ കാൽപാദം കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ, അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ക്രൂശിലേക്ക് നോക്കിയാൽ, അവനെ മാനിച്ചാൽ, ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചാൽ അവിടെ പിന്നെ ഒരു പിശാചിനും എടുക്കാൻ പറ്റില്ല. ഇബ്രായലേഖനം 9-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വേണമെന്ന് വായിക്കാം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായൊരു വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ക്രൂസിലെ മരണം കൊണ്ട് മനുഷ്യൻ്റെ മനസ്സാക്ഷി പോലും മാറുന്നു. പ്രകൃതം മാറുന്നു, സ്വഭാവം മാറുന്നു, ചിന്താഗതി മാറുന്നു, കാഴ്ചപ്പാട് മാറുന്നു. ഈ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ ലഭിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടോ? നിങ്ങൾക്ക് ആരാധനയുണ്ടോ? നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടോ? എന്ത് തിന്നാലും, എന്ത് കുടിച്ചാലും, എന്ത് ജോലി ചെയ്താലും ഹൃദയം സ്വർഗത്തിലാണോ? ഹൃദയം ദൈവത്തെ സ്തുതിക്കുന്നവരാണോ? ദൈവത്തോട് നന്ദിയും കടപ്പാടുള്ള ഹൃദയമാണോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ കാൽപാദം, ആ കാൽപാദം നിങ്ങൾക്ക് അന്യപ്പെട്ടു പോയോ? നിങ്ങളൊന്ന് ആലോചിക്ക് പ്രിയരെ. ആരെയും കാണിക്കാനല്ല ആത്മീയം. എൻ്റെ ആത്മാവിൻ്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. എൻ്റെ ഭാര്യയ്ക്കതിനകത്ത് ഒരു കാര്യവുമില്ല, എൻ്റെ മക്കൾക്കൊരു കാര്യവുമില്ല, എൻ്റെ കൂട്ടുകാർക്ക് യാതൊരു കാര്യവുമില്ല, എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു കാര്യവും എനിക്കില്ല. ഞാൻ വ്യക്തിപരമായി നേടിയെടുക്കേണ്ടതാണ് ഈ ക്രിസ്തു എന്ന് പറഞ്ഞ നിർമ്മല പുരുഷൻ്റെ യാഗത്തിൽ കൂടിയുള്ള രക്ഷ. നിഷ്കളങ്ക രക്തം എൻ്റെ മനസ്സാക്ഷി ശുദ്ധീകരിച്ചുവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കാം. പാപത്തെ ന്യായീകരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വലിയ കെടുതിയിൽപ്പെടുകയാണ്. പാപത്തെ ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് പിശാച് തരുന്ന ആലോചനയാണ്. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധീകരിച്ച് അവനെ ആരാധനയിലേക്ക് കൊണ്ടുപോകും. അവൻ്റെ സാന്നിധ്യം തരും. നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കൊണ്ട് നിറയും ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം. എബ്രായലേഖനം 10:10. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ യാഗത്താലാണ് ശുദ്ധീകരണം എനിക്ക് കിട്ടുന്നത്.
അത് എൻ്റെ നന്മ പ്രവൃത്തിയല്ല, എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ നോമ്പ് ഉപവാസം ഒന്നുമല്ല. അവൻ്റെ രക്തത്താൽ, ദൈവത്തിന് സ്തോത്രം, അവൻ കഴിച്ച യാഗത്താൽ, അവൻ കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശുദ്ധീകരണം അവിടെയാണ്. ഞാൻ ശുദ്ധീകരണം പ്രാപിക്കുന്ന അവിടെയാണ്, യേശുവിൻ്റെ ക്രൂശിൻ ചുവട്ടിലാണ്. ദൈവത്തിന് സ്തോത്രം. 10:14 നമുക്കറിയാം, സദാകാലത്തേക്കും സൽഗുണ പൂർത്തീകരിക്കുന്നു, എക്കാലത്തേക്കും നിത്യതയോളം ശുദ്ധീകരണമായിരിക്കുന്നു, പൂർത്തീകരിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരൻ, 14 നമുക്ക് കൃത്യമായി 14 കാണാം, ഏകയാഗത്താൽ അവന് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കും. സദാകാലത്തേക്ക്. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു നേരത്തേക്കല്ല, തൽക്കാലത്തേക്കല്ല, കുരിശിൻ ചൂട്ടിലേക്ക് എല്ലുമ്പോൾ അല്ല, സദാകാലത്തേക്കും സൽഗുണ. ഇത്ര വിലപ്പെട്ട ഒരു രക്ഷ, ഇത്ര വിലപ്പെട്ട ഒരു അടിസ്ഥാനം, ഇത്ര വിലപ്പെട്ടതായ ഒരു സമാധാനത്തിൻ്റെ ജീവനം. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് ലേഖനം 3:24 നമുക്ക് എല്ലാവർക്കും അറിയാം, സൗജന്യമായ നീതീകരണവും വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം രക്ഷപ്പെടാൻ വേണ്ടി പരസ്യമായിട്ട് അവനെ നിർത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെയുള്ള രക്ഷ, യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ വിശ്വസിക്കുന്നവർ കിട്ടുന്ന പാപക്ഷമ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്ന രക്ഷ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നതിൽ കൂടെയുള്ള ശുദ്ധീകരണം. എൻ്റെ സഹോദരങ്ങളെ, സാത്താനോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് അറപ്പോടെയും വെറുപ്പോടെയും അവനെ അവൻ്റെ പാപത്തെയും കാണുന്നൊരു മനോഭാവം, സ്വർഗരാജ്യം എനിക്ക് ലഭിച്ചിരിക്കുന്നുള്ള ഭാഗ്യം, നിത്യ സൗഭാഗ്യം എനിക്ക് കിട്ടിയ തന്നല്ലോ എന്നുള്ള നന്ദിയും കടപ്പാടും കൊണ്ടുള്ള ദൈവത്തോടുള്ള ആരാധന മനോഭാവം. ഈ ലോകത്തെ ചപ്പന്നും ചവറന്നും വേണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ജീവിച്ചതുപോലെ അല്ല, പ്രിയപ്പെട്ടവരെ, പൗരസപ്പോസ്തലൻ ജീവിച്ചതുപോലെ ഒറ്റ ലക്ഷ്യം എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രം. ഈ കാലഘട്ടത്തിന് വിലയുണ്ടോ? ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വളരെ ഈസി ഗോയിങ് ആണ്. ഒരു കൂട്ടായ്മയുണ്ട്, അതിന് കെയർ ഓഫ് ലിംഗ് വളരെ ലാഘബുദ്ധിയോടെ ജീവിക്കുക. കൂട്ടായ്മ കൂടണം, ലാഘബുദ്ധിയോടെ ജീവിക്കുക. ഒരു മാറ്റവും ആരും വരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അവരുടെ സ്വയത്തിൻ്റെ താല്പര്യം വിടാൻ മനസ്സില്ല, ലോകത്തോട് താല്പര്യം വിടാൻ മനസ്സില്ല, പണത്തോട് താല്പര്യം വിടാൻ മനസ്സില്ല, വിട്ടുമാറാത്ത പാപത്തിൻ്റെ വേരുകൾ കത്തിച്ചാമ്പലാകാൻ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്വം വലുതാണ്. ഞാൻ ഈ രക്ഷ കണ്ടെത്തിപ്പോയി, ഞാൻ ഈ രക്ഷകനെ കണ്ടെത്തിപ്പോയി, ഞാൻ അവൻ്റെ പാറമേലടിസ്ഥാനം വിട്ടുപോയി. എനിക്കിനി പുറകോട്ട് പോകാൻ സാധ്യമല്ല. എന്തു വന്നാലും എനിക്കൊന്നും പേടിക്കാനില്ല. എൻ്റെ ആത്മാവിൻ്റെ കരങ്ങിൽ സുരക്ഷിതമാണ്. പ്രിയരെ, സമാധാനമുള്ള ജീവിതമുണ്ട്, സ്വസ്ഥതയുള്ള ജീവിതമുണ്ട്, സാന്നിധ്യമുള്ള ജീവിതമുണ്ട്, ബന്ധമുള്ളൊരു ജീവിതമുണ്ട്, പ്രത്യാശയുള്ള ജീവിതമുണ്ട്, സ്വർഗരാജ്യം എനിക്ക് ലഭിക്കുന്നുള്ള ഉറപ്പുള്ള ജീവിതമുണ്ട്, ശത്രുവിനെ തൊടുകില്ലെന്നുള്ള ധൈര്യമുള്ള ജീവിതമുണ്ട്, അവൻ്റെ കാൽപാദങ്ങളിൽ തകർന്ന് നുറുങ്ങിയുള്ള ഹൃദയത്തോട് ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരയുന്നൊരു ജീവിതമുണ്ട്, സ്വസ്ഥതയും സമാധാനമുള്ള കരം അവൻ്റെ തലമേൽ വെക്കുന്ന ഒരു അനുഭവമുണ്ട്, അവരെ കരം പിടിച്ച് ജീവിക്കുന്ന ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതം വേണമോ? ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് തരാൻ അവലോടെ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് മാത്രം മഹത്വപ്പെടുവാൻ സംഗതിയാകട്ടെ.